സോ നമ്മൾ ഈ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ലൈൻ ഇന്റഗ്രൽസ് ആണ്. വെക്ടർ ഇന്റഗ്രേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ശരിക്കും ലൈൻ ഇന്റഗ്രൽ. ലൈൻ ഇന്റഗ്രൽസ് മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് ഇനി വരുന്ന സെക്ഷൻസ് ഒക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പൊ എന്താണ് ലൈൻ ഇന്റഗ്രൽ എന്ന് ഉദ്ദേശിക്കുന്നത്? നമുക്ക് ഈ ഡെഫിനിഷനേക്കാളും നല്ലത് ഈ ഫോർമുല പഠിച്ചു വെക്കുന്നതാണ്. ഇഫ് സി ഈസ് എ സ്മൂത്ത് കർവ് ഇൻ 2 സ്പേസ് ഓർ 3 സ്പേസ്, then the line integral over f, line integral of f with respect to s along c. അതായത് നമ്മളൊരു സർഫസിന്റെ ലൈൻ ഇന്റഗ്രൽ കണ്ടുപിടിക്കാൻ പോവുക. ഓക്കെ, ഒരു സർഫസിന്റെ ലൈൻ ഇന്റഗ്രൽ കണ്ടുപിടിക്കാൻ പോവുക. അപ്പോൾ ആ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ലൈൻ ഇന്റഗ്രൽ എന്ന് പറയുന്നത് നമ്മൾ ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് എക്സ് വൈ ഡി എസ് നമുക്ക് ഇങ്ങനെയാണ് നൊട്ടേഷൻ കൊടുക്കാൻ പറ്റുന്നത്. നമുക്ക് അതിന്റെ ഫോർമുല മാത്രം പഠിച്ചു വെക്കാം. അതായത് ആർ ഓഫ് ടി എന്ന് പറയുന്നത് ഒരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ ഇൻ 2 സ്പേസ് ആണെങ്കിൽ ലൈൻ ഇന്റഗ്രൽ ഓവർ എ സ്മൂത്ത് കർവ് സി എഫ് ഓഫ് എക്സ് വൈ ഡി എസ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഓഫ് ടി വൈ ഓഫ് ടി നോം ആർ ഡാഷ് ഓഫ് ടി ഡി ടി ആയിരിക്കും. വേർ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ഈ ഫോർമുല പഠിച്ചു വെക്കുക. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാം. 3 സ്പേസ് ആണെങ്കിൽ അതേപോലെ ഇവിടെ ഇസഡ് ഓഫ് ടി അധികം വരും, ഇവിടെയും ഇസഡ് ഓഫ് ടി അധികം വരും. ഫോർമുല സെയിം ആണ്. അപ്പൊ 2 സ്പേസിന്റെയും 3 സ്പേസിന്റെ രണ്ട് ഫോർമുല ആയിട്ട് പഠിക്കാൻ നിൽക്കരുത്. 3 സ്പേസിന്റെ ഫോർമുല മാത്രം പഠിച്ചാൽ മതി. നമുക്ക് ഒരെണ്ണം ഒഴിവാക്കി കളയുമ്പോൾ എന്ത് കിട്ടും? 2 സ്പേസിന്റെ ഫോർമുല കിട്ടും. അപ്പൊ നമുക്ക് പ്രോബ്ലം നോക്കാം. Using the given parameterization, evaluate the line integral over c 1 plus x y square ds. അപ്പൊ നമ്മളുടെ കർവ് ഇതാണ്. r of t equal to ti plus 2tj. നമ്മൾക്ക് c എന്ന് പറഞ്ഞ ഒരു കർവ് ആണ് തരുന്നത് r of t. ഓക്കെ, ആ ഒരു സ്മൂത്ത് കർവ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഒരു സ്മൂത്ത് കർവ് ഉപയോഗിച്ചുകൊണ്ട് ലൈൻ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യണം. അപ്പൊ ലൈൻ ഇന്റഗ്രലിന്റെ ഫോർമുല നമുക്കറിയാം. ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് എക്സ് വൈ ഡി എസിനെ എനിക്ക് എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ ഓവർ എ ടു ബി എന്താണ്? എഫ് ഓഫ് എക്സ് ഓഫ് ടി വൈ ഓഫ് ടി ഇൻറ്റു നോം ആർ ഡാഷ് ഓഫ് ടി ഡി ടി. അപ്പൊ ഈ ഫോർമുല യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഒരു ആർ ഓഫ് ടി തന്നിട്ടുണ്ടാകും. അത് ഉപയോഗിച്ച് നിങ്ങൾ ആർ ഡാഷ് ഓഫ് ടി എഴുതുക. ടിയുടെ ഡെറിവേറ്റീവ് 1 ആണ്. അപ്പൊ ഐ പ്ലസ് 2ടിയുടെ ഡെറിവേറ്റീവ് 2. അപ്പൊ ഐ പ്ലസ് 2j. നെക്സ്റ്റ് നോം ആർ ഡാഷ് ഓഫ് ടി എഴുതുക. സ്ക്വയർ റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. അപ്പൊ സ്ക്വയർ റൂട്ട് ഓഫ് 5 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ഇന്റഗ്രൽ കണ്ടുപിടിക്കും. ഇന്റഗ്രൽ ഓവർ സി 1 പ്ലസ് എക്സ് വൈ സ്ക്വയർ ഡി എസ് ഈസ് ഈക്വൽ ടു നമ്മളുടെ ലിമിറ്റ് നോക്കുക. ടിയുടെ ലിമിറ്റ് എന്ന് പറയുന്നത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ഇന്റഗ്രൽ 0 ടു 1. ഇനി 1 പ്ലസ് എക്സിന് പകരം ഇവിടത്തെ എക്സ് എന്ന് പറഞ്ഞാൽ ഐയുടെ കൂടെ കിടക്കുന്ന കമ്പോണന്റ് ആണ് എക്സ് ഓഫ് ടി, ജെയുടെ കൂടെ കിടക്കുന്ന കമ്പോണന്റ് ആണ് വൈ ഓഫ് ടി. അപ്പൊ എക്സിന് പകരം ഞാൻ എക്സ് ഓഫ് ടി ആയിട്ടുള്ള ടി കൊടുത്തു. വൈ സ്ക്വയർ ആണ് വേണ്ടത്. അപ്പൊ 2ടിയുടെ സ്ക്വയർ എന്ന് എഴുതി. ഓക്കെ, ഇനി ഇവിടെ ആർ ഡാഷ് ഓഫ് ടി നമ്മൾ √5 ആയതുകൊണ്ട് √5 എഴുതി. അത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് പുറത്തിട്ടു. ഇന്റഗ്രൽ 0 ടു 1 1 പ്ലസ് 2t സ്ക്വയർ, 2ന്റെ സ്ക്വയർ 4 ആണ്. ടി സ്ക്വയർ ഇൻറ്റു ടി ക്യൂബ് എന്ന് കിട്ടും അല്ലെ? അപ്പൊ നമ്മൾ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ടി പ്ലസ് 4 ഇൻറ്റു ടി ക്യൂബിന്റെ ഇന്റഗ്രൽ എന്താണ്? ടി ക്യൂബിന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ടി റേസ്റ്റ് 4 ഡിവൈഡഡ് ബൈ 4 ആണ്. സോ 4 ഇൻറ്റു ടി റേസ്റ്റ് 4/4 ഇന്റഗ്രൽ 0 ടു 1. നെക്സ്റ്റ് നമ്മൾ ഈ അപ്പർ ലിമിറ്റ് മാത്രം അപ്ലൈ ചെയ്താൽ മതി. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 ആയി പോകും. √5 ഇൻറ്റു 4 ക്യാൻസൽ ആകുന്നു. 1 കൊടുക്കുമ്പോൾ 1 പ്ലസ് 1 എന്ന് കിട്ടും. സോ ആൻസർ എന്താണ്? 2√5 ആണ്. ക്ലിയർ അല്ലേ? അതേപോലെ നമ്മൾ അടുത്ത ആർ ഓഫ് ടി ഉപയോഗിച്ച് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് നോക്കി. ഇതാണ് നമ്മളുടെ ആർ ഓഫ് ടി. അപ്പൊ നമ്മൾ അത് കിട്ടിക്കഴിയുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് ആർ ഡാഷ് ഓഫ് ടി എഴുതും അല്ലെ? അപ്പൊ ഇവിടെ വിത്ത് റെസ്പെക്ട് ടു ടി ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 1ന്റെ ഡെറിവേറ്റീവ് 0, മൈനസ് ടിയുടെ ഡെറിവേറ്റീവ് -1. സോ -1i പ്ലസ് 2ന്റെ ഡെറിവേറ്റീവ് 0, ഇവിടെ -2 എന്ന് വരും. സോ -i - 2j എന്ന് കിട്ടും. നോം എടുക്കുമ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് -1ന്റെ സ്ക്വയർ പ്ലസ് -2ന്റെ സ്ക്വയർ. അപ്പോഴും നിങ്ങൾക്ക് എന്ത് തന്നെയാണ് കിട്ടുന്നത്? √5 തന്നെയാണ് കിട്ടുന്നത്. നെക്സ്റ്റ് നമ്മൾ ഇതേപോലെ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ ഇന്റഗ്രൽ ഓവർ സി 1 പ്ലസ് എക്സ് വൈ സ്ക്വയർ ഡി എസ് അല്ലെ? അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത്? നമ്മളുടെ 1 പ്ലസ് എക്സിന് പകരം ഇവിടുത്തെ ആദ്യത്തെ കമ്പോണന്റ് ആണ് 1 മൈനസ് ടി. അപ്പൊ 1 മൈനസ് ടി ഇൻറ്റു വൈക്ക് പകരം 2 മൈനസ് 2t ദ ഹോൾ സ്ക്വയർ. കാരണം വൈ സ്ക്വയർ ആയിരുന്നു നമ്മുടെ ഇക്വേഷനിൽ ഉണ്ടായിരുന്നത്. സോ ഇന്റഗ്രൽ 0 ടു 1. ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യണമല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നത്? 1 മൈനസ് ടി ഇൻറ്റു 2 മൈനസ് 2t ദ ഹോൾ സ്ക്വയർ ആണ് അല്ലെ? അപ്പൊ ഞാൻ എക്സ്പാൻഡ് ചെയ്യുന്നില്ല. 1 മൈനസ് 2t ഇൻറ്റു ഇവിടെ 2 കോമൺ എടുക്കുന്നു. അപ്പൊ 2ന്റെ സ്ക്വയർ ആയിട്ടാണ് കോമൺ ആവുന്നത്. ഇവിടെ 2 കോമൺ എടുത്തിട്ട് പുറത്തെടുക്കുമ്പോൾ ഈ സ്ക്വയറോട് കൂടി കോമൺ എടുക്കാം അല്ലെ? അപ്പൊ 2 സ്ക്വയർ ഇൻറ്റു എന്താണ്? 2 സ്ക്വയർ ഇൻറ്റു 1 മൈനസ് ടി ദ ഹോൾ സ്ക്വയർ. ഇതാണ് കിട്ടുന്നത് അല്ലെ? അപ്പൊ 2 സ്ക്വയർ 4 ആണ്. 4 ഇൻറ്റു 1 മൈനസ് ടി ദ ഹോൾ ക്യൂബ് എന്ന് നമുക്ക് അവിടെ എഴുതാൻ പറ്റും. കുഴപ്പമില്ലല്ലോ. അപ്പൊ നോക്കിയേ,
4 into 1 minus t the whole cube into root 5 എന്ന് കിട്ടി. നെക്സ്റ്റ് root 5 നമ്മൾ പുറത്തെടുത്തു ഇൻറ്റു നമുക്ക് എന്താ കിട്ടുന്നത് നോക്കിയേ 1 plus 4 into 1 നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവുകയാണേ. അപ്പൊ 1ന്റെ ഇന്റഗ്രൽ t ആണ്. ഇനി പ്ലസ് 4ന്റെ ഇന്റഗ്രൽ 4 നോക്കിയേ നമുക്ക് ഇവിടെ കിട്ടുന്നത് 4 into 1 minus t the whole cube-ന്റെ ഇന്റഗ്രൽ എന്നാണ്. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 into 1 minus t the whole cube ചെയ്യുമ്പോൾ 1 minus t the whole raised to 4 divided by 4 എന്നിട്ട് നമ്മൾക്ക് എന്ത് കിട്ടും ഇൻറ്റു ഒരു -1 കൂടി വരും. അതായത് എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിയേ ശരിക്കും അത് ഡിവൈഡഡ് ബൈ -1 ആണ് കേട്ടോ. 1 by -1 എന്ന് എഴുതാം. അത് ഇൻറ്റു -1 രണ്ട് സെയിം തന്നെയാണ്. അതായത് ഇപ്പൊ x raised to 3 ആണെങ്കിൽ അതിന്റെ ഇന്റഗ്രൽ x raised to 4/4 ആണല്ലോ. അതേപോലെ 1 minus t യുടെ ഇന്റഗ്രൽ നമുക്ക് എഴുതാൻ പറ്റും. എന്നിട്ട് t യുടെ കോഎഫിഷ്യന്റ് കൊണ്ട് കൂടി നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഇവിടെ t യുടെ കോഎഫിഷ്യന്റ് -1 ആയതുകൊണ്ടാണ് -1 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ 4 ക്യാൻസൽ ആയി പോയിട്ട് ബാക്കി എന്ത് കിട്ടും -1 minus t the whole raised to 4 കിട്ടും. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഇനി അപ്പർ ലിമിറ്റ് മാത്രം കൊടുത്താൽ മതി. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 ആവത്തില്ല. സോ നമുക്ക് രണ്ടും കൊടുക്കാം. അപ്പൊ എന്ത് കിട്ടും √5 ഇൻറ്റു അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 1 minus 1 minus 1 ഇത് 0 ആയി പോകും. 1 minus 1 0 ആയി പോകും. അപ്പൊ 1 മാത്രം കിട്ടും. അതായത് √5. ഇനി ലോവർ ലിമിറ്റ് ആയ 0 കൊടുക്കുമ്പോൾ 0 മൈനസ് നോക്കി ഞാൻ ഇവിടെ എഴുതി കാണിക്കാം. നോക്കി അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എനിക്ക് എന്താ കിട്ടുന്നത് √5 ഇൻറ്റു അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 1 minus 0 എന്ന് കിട്ടും. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ -0 മൈനസും മൈനസും പ്ലസ് ആയി. ഇവിടെ എന്താണ് 0 minus 1 -1 the whole raised to 4 1 അല്ലെ. നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പൊ 1 plus 1 എന്താ 2 √5 എന്നാണ് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നത്. നിങ്ങൾക്ക് അത് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ, നിങ്ങൾക്ക് എഴുതാവുന്നേ ഉള്ളൂ, കുഴപ്പമില്ല. നോക്കിയേ നെക്സ്റ്റ് ഒരു ഫോർമുലയാണ് ഇഫ് x ഈക്വൽ ടു x ഓഫ് ടി y ഈക്വൽ ടു y ഓഫ് ടി. അത് r ഓഫ് ടി നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നതെങ്കിൽ നമ്മൾക്ക് ഈ r ഡാഷ് ഓഫ് ടിക്ക് പകരം ഡെറിവേറ്റീവ് ആയിട്ട് എഴുതാം. നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. ഡെറിവേറ്റീവ് തന്നെയാണ് ഇത് dx by dt the whole square plus dy by dt the whole square-ന്റെ സ്ക്വയർ റൂട്ട്. ഇതിനെയാണ് ശരിക്കും നോം r ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത്. അപ്പൊ r ഒന്നും എഴുതാതെ നമുക്ക് ഡയറക്റ്റ് ഈ ഫോർമുല ഉപയോഗിച്ച് വേണമെങ്കിൽ എഴുതാം. നമ്മളുടെ r ഓഫ് ടി ഈ ഒരു കമ്പോണന്റ് വൈസ് ആയിട്ടാണ് കിടക്കുന്നതെങ്കിൽ. അപ്പൊ ഇതേപോലൊരു ക്വസ്റ്റ്യൻ ആണ് വീണ്ടും ഫ്രം 100 to -1 π അല്ലെ. അത് ഹെലിക്സിലാണ്. അതിന്റെ പാരാമെട്രിക് ഇക്വേഷനും പറഞ്ഞിട്ടുണ്ട്, ടിയുടെ ലിമിറ്റും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഫോർമുല യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് dx by dt കണ്ടുപിടിക്കുന്നു. എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് ടിയുടെ ഡെറിവേറ്റീവ് സൈൻ ടി ആണ്, മൈനസ് സൈൻ ടി ആണ്. dy by dt എന്ന് പറയുമ്പോൾ കോസ് ടി ആണ്. dz by dt എന്ന് പറയുമ്പോൾ 1 ആണ്. ഈ ഇക്വേഷൻ അനുസരിച്ച് സ്ക്വയർ റൂട്ട് ഓഫ് dx by dt the whole square plus dy by dt the whole square plus dz by dt the whole square. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി കിട്ടും. 1 കിട്ടും, മറ്റത് 1 കിട്ടും. സോ 1 plus 1 √2 ആണ് വരുന്നത്. നെക്സ്റ്റ് നമ്മളുടെ ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇന്റഗ്രൽ ഓവർ സി എക്സ് വൈ പ്ലസ് ഇസഡ് ക്യൂബ് ഡി എസിനെ നമ്മൾക്ക് എങ്ങനെ എഴുതാം ഇന്റഗ്രൽ ഓവർ 0 to π. എക്സിന് പകരം നമ്മൾ കൊടുത്തത് കോസ് ടി എന്നാണ്, വൈക്ക് പകരം നമ്മൾ കൊടുത്തത് സൈൻ ടി എന്നാണ്. സോ കോസ് ടി ഇൻറ്റു സൈൻ ടി പ്ലസ് ഇസഡ് ക്യൂബ് ആണ്. ഇസഡിന് പകരം എനിക്ക് എന്താ എഴുതാം ടി കൊടുക്കാം. സോ ടി ക്യൂബ് ഇൻറ്റു നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന dx by dt the whole square plus dy by dt the whole square plus dz by dt the whole square-ന്റെ സ്ക്വയർ റൂട്ട്. ഓക്കെ, അപ്പൊ ഈ സാധനം എന്ന് പറയുന്നത് ശരിക്കും എന്താണ് സ്ക്വയർ റൂട്ട് ഓഫ് 2 ആണ്. സോ ആ √2 ഞാൻ എന്ത് ചെയ്യുന്നു പുറത്തെഴുതുന്നു. അപ്പൊ √2 ഇൻറ്റു ഇന്റഗ്രൽ 0 to π കോസ് ടി സൈൻ ടി ഡി ടി ആയി. ഇത്രയും സാധനത്തിന് പകരമാണ് √2 എടുത്ത് എഴുതി വെളിയിലിട്ടേക്കുന്നത്. പ്ലസ് ടി ക്യൂബ് ഉണ്ട്, അത് രണ്ട് ഇന്റഗ്രലായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു, കുഴപ്പമില്ലല്ലോ. ഇനി ഇന്റഗ്രൽ കോസ് ടി സൈൻ ടി നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. നോക്കി സൈൻ ടിക്ക് ഞാൻ യു എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഡി യു ഈസ് ഈക്വൽ ടു കോസ് ടി ഡി ടി. ഇവിടെ കോസ് ടി ഡി ടിക്ക് പകരം ഡി യു കൊടുക്കാം, സൈൻ ടിക്ക് പകരം യു കൊടുക്കാം അല്ലെ. അപ്പൊ ഇന്റഗ്രൽ യു ചെയ്യുമ്പോൾ യു സ്ക്വയർ ബൈ 2. യു എന്ന് പറയുന്നത് സൈൻ ടി ആണ്, സൈൻ സ്ക്വയർ ടി ബൈ 2. ഇത് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. ഇന്റഗ്രേഷന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം ആയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു പോയത്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് √2 ഇൻറ്റു ഈ ഇന്റഗ്രലിന്റെ വാല്യൂ നമുക്കിപ്പോ കിട്ടി സൈൻ സ്ക്വയർ ടി ബൈ 2. ഇനി ടി ക്യൂബിന്റെ ഇന്റഗ്രൽ നമുക്ക് അറിയാം. എക്സ് റൈസ് ടു എന്നിന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് എക്സ് റൈസ് ടു n plus 1 by n plus 1 ആണ്. സോ ടി ക്യൂബിന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ടി റൈസ് ടു 4 ഡിവൈഡഡ് ബൈ 4 എന്ന് കിട്ടും. ഫ്രം ലോവർ ലിമിറ്റ് 0 ടു അപ്പർ ലിമിറ്റ് π. നെക്സ്റ്റ് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു സൈൻ സ്ക്വയർ പൈ ബൈ 2. ഓക്കെ, സൈൻ സ്ക്വയർ പൈ സൈൻ പൈ 0 ആണല്ലോ. ഈ ടേം കംപ്ലീറ്റ്ലി 0 ആയി പോവും. 0 പ്ലസ് ടിക്ക് പൈ കൊടുക്കുമ്പോൾ π റൈസ് ടു 4 ഡിവൈഡഡ് ബൈ 4 മൈനസ് ലോവർ ലിമിറ്റ് ആയ 0 ഇവിടെ കൊടുത്താലും രണ്ടും എന്തായി പോകും 0 ആയി പോകും. സോ ആൻസർ എന്ന് പറയുന്നത് √2 π റൈസ് ടു 4 ബൈ 4 ആണ്. √2 π റൈസ് ടു 4 ബൈ 4.
ഇപ്പൊ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. സപ്പോസ് ദാറ്റ് എ സെമി സർക്കുലർ വയർ ഹാസ് ഇക്വേഷൻ y ഈക്വൽ ടു √25 മൈനസ് എക്സ് സ്ക്വയർ. ഒരു സെമി സർക്കുലർ വയറിന്റെ ഇക്വേഷൻ ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ മാസ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഡെൽറ്റ ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു 15 മൈനസ് വൈ ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഇതെന്ന് പറയുന്നത് ഇതിന്റെ മാക്സിമം ഡെൻസിറ്റി ആണ് ഓഫ് 15 യൂണിറ്റ്സ് അറ്റ് ദ ബേസ് y ഈക്വൽ ടു 0. ആ രീതിയിലാണ് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മാസ് ഓഫ് ദി വയർ ആണ്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, മാസ് ഓഫ് ദി വയറിനെ നമുക്ക് ലൈൻ ഇന്റഗ്രൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ക്യാപിറ്റൽ എം ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ സി ഡെൽറ്റ ഓഫ് എക്സ് വൈ ഡി എസ് ആയിരിക്കും. അപ്പൊ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇത് മാത്രമേ ചോദിക്കത്തുള്ളൂ. ഈ ഫോർമുല നിങ്ങൾ ഓർത്ത് വെക്കണം. ഓക്കെ, ഇപ്പൊ ഡെൻസിറ്റി വന്നു കഴിഞ്ഞാൽ മാസ് കണ്ടുപിടിക്കാൻ ഡെൻസിറ്റി ഫംഗ്ഷന്റെ ലൈൻ ഇന്റഗ്രൽ എടുത്താൽ മതി എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കുക. അപ്പൊ ഇന്റഗ്രൽ ഓവർ സി ഡെൽറ്റ ഓഫ് എക്സ് വൈ നമുക്ക് തന്നിട്ടുണ്ട് 15 മൈനസ് വൈ ഡി എസ് ആണ്. പക്ഷെ ഇനി നമുക്ക് വേണ്ടതിന്റെ പാരാമെട്രിക് ഫോം ആണ്. പാരാമെട്രിക് ഫോം അവർ തന്നിട്ടില്ല അല്ലെ. അപ്പൊ നമുക്ക് ഈ പടത്തിൽ നോക്കുമ്പോൾ അറിയാം, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതെന്താണ്, സെമി സർക്കുലർ വയർ ആണ്. അപ്പൊ ഇതിന്റെ സെമി സർക്കുലർ ഇക്വേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിത് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, y ഈസ് ഈക്വൽ ടു y ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 25 മൈനസ് എക്സ് സ്ക്വയർ ആണല്ലോ. നിങ്ങൾ അപ്പുറം ഇപ്പുറം സ്ക്വയർ ചെയ്യുക. y സ്ക്വയർ ഈസ് ഈക്വൽ ടു 25 മൈനസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടും. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 25 എന്ന് പറയുമ്പോൾ 5 സ്ക്വയർ എന്ന് കിട്ടും അല്ലെ. അപ്പൊ ശരിക്കും ഇത് സർക്കിളിന്റെ പോലത്തെ ഇക്വേഷൻ ആയി. ഇത് പക്ഷേ സെമി സർക്കിൾ ആണ്, താഴോട്ടില്ല. താഴോട്ടുണ്ടെങ്കിൽ ഇത് പ്ലസ് ഓർ മൈനസ് എന്ന് വരണമായിരുന്നു. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് സർക്കിളിന്റെ ഇക്വേഷൻ ആണ്. സർക്കിളിന്റെ പാരാമെട്രിക് രൂപം നമുക്കറിയാം. എക്സ് ഈക്വൽ ടു ആർ കോസ്റ്റി എന്നാണ്. അപ്പൊ ആർ റേഡിയസ് ഇവിടെ 5 ആണ്. സോ 5 കോസ്റ്റി y ഈക്വൽ ടു 5 സൈൻ ടി. ഇനി ശരിക്കും സർക്കിളിന്റെ ഇക്വേഷൻ വരുമ്പോൾ ടി എന്ന് പറയുന്നത് 0 മുതൽ 2π വരെയാണ് പോകുന്നത്. പക്ഷെ സെമി സർക്കിൾ ആയതുകൊണ്ട് 0 മുതൽ π വരെ പോകത്തുള്ളൂ. ഇത് നമ്മൾ എഴുതാൻ പറ്റണം, നമുക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റണം. ഈ പടം പോലും കാണത്തില്ല, ഈ ഇക്വേഷൻ എഴുതിയിട്ട് നമുക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റണം. ആ രീതിയിൽ പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് നമ്മൾ നേരത്തെ പോലെ തന്നെ ഡി എക്സ് ബൈ ഡി ടിയും ഡി വൈ ബൈ ഡി ടിയും കണ്ടുപിടിക്കുന്നു. സ്ക്വയർ റൂട്ട് ഓഫ് ഡി എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഡി വൈ ബൈ ഡി ടി സ്ക്വയർ എഴുതുമ്പോൾ മൈനസ് 5 സൈൻ ടി ദ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പൊ 5 സൈൻ സ്ക്വയർ ടി എന്ന് കിട്ടും അല്ല, 25 സൈൻ സ്ക്വയർ ടി എന്ന് കിട്ടും. ഇവിടെ സ്ക്വയർ എടുക്കുമ്പോൾ 5ന്റെ സ്ക്വയർ 25 കോസ് സ്ക്വയർ ടി എന്ന് കിട്ടും. രണ്ടിന്ന് 25 കോമൺ എടുത്താൽ 25 ഇൻറ്റു സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി. ഇത് 1 ആണ്. സ്ക്വയർ റൂട്ട് ഓഫ് 25 നമുക്ക് എന്ത് കിട്ടും, 5 എന്ന് കിട്ടും. നമ്മൾ നമ്മുടെ ഇക്വേഷനിൽ കൊടുക്കുന്നു ഇന്റഗ്രൽ 0 ടു പൈ 15 മൈനസ് വൈക്ക് പകരം എനിക്ക് എന്ത് എഴുതാം, 5 സൈൻ ടി എന്ന് എഴുതാം. 5 സൈൻ ടി ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് ഈ ഒരു ഇക്വേഷൻ ആണ്. അപ്പൊ അതിന് പകരം എനിക്ക് 5 കൊടുക്കാം. ആ 5ന് ഞാൻ പുറത്തെഴുതി ഇവിടെ ഇന്റഗ്രേഷൻ ചെയ്യുന്നു. 15ന്റെ ഇന്റഗ്രൽ 15 ടി ആണ്. സൈൻ ടിയുടേത് മൈനസ് കോസ് ടി ആണ്. ഈ മൈനസും ആ മൈനസും കൂടി പ്ലസ് ആകുന്നു. 5 കോസ് ടി ഫ്രം 0 ടു പൈ. അപ്പൊ നെക്സ്റ്റ് 5 ഇൻറ്റു 15 അപ്പർ ലിമിറ്റ് പൈ ആണല്ലോ, 15 പൈ മൈനസ് കോസ് പൈ മൈനസ് 1 ആണ്. സോ മൈനസ് 1 ഇൻറ്റു 5 ആണ് മൈനസ് 5 ആയത്. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ മൈനസ് 0 എന്ന് വരും. മൈനസ് 5 കോസ് 0 1 ആണ്. അപ്പൊ മൈനസ് 5 എന്ന് കിട്ടും. അപ്പൊ 15 പൈ മൈനസ് 10. ഓക്കെ, അപ്പൊ 5 ഇൻറ്റു 15 പൈ മൈനസ് 10 എന്ന് പറയുമ്പോൾ 75 പൈ മൈനസ് 50, അത്രയും 185. ഓക്കെ, അത് കാൽക്കുലേറ്റർ അടിക്കുമ്പോൾ നിങ്ങൾക്ക് 185.6 എന്നാണ് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നത്. ഇതാണ് ശരിക്കും അവിടുത്തെ എന്ന് പറയുന്നത് മാസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കാൽക്കുലേഷൻസ് ഒക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. വെറുതെ ഇത് നോക്കി അതേപോലെ എഴുതി വെക്കരുത്. കൂടെ നിങ്ങൾ വർക്ക് ചെയ്ത് നോക്കുക. വർക്ക് ചെയ്തിട്ട് ഈ ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വരുന്നത് ഒരു സ്പെഷ്യൽ കേസ് ആണ്. ടി ആർക്ക് ലെങ്ത് പാരാമീറ്ററിലാണെങ്കിൽ, ഇക്വേഷന് മാറ്റമൊന്നുമില്ല, ടി ഇപ്പൊ ആർക്ക് ലെങ്ത് പാരാമീറ്ററിലാണെങ്കിൽ ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് എക്സ് വൈ ഡി എസ് എന്ന് പറയുന്നത് ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഓഫ് എസ് വൈ ഓഫ് എസ് ഡി എസ് ആയിരിക്കും. അവിടെ നോം ആർ ഡാഷ് ഓഫ് ടി എന്ന് പറയുന്ന സാധനം ഇല്ല. ഓക്കെ, അവിടെ നമ്മൾ ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഓഫ് ടി വൈ ഓഫ് ടി നോം ആർ ഡാഷ് ഓഫ് ടി എന്നല്ലേ പഠിച്ചേ. സോ ഇവിടെ അത് ആർ ഡാഷ് ഓഫ് എസ് ആകുമ്പോൾ അതിന്റെ നോം 1 ആണ്. സോ ഇങ്ങനെ മാത്രമായിരിക്കും അതിന്റെ ആൻസർ വരുന്നത്. ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഓഫ് എസ് വൈ ഓഫ് എസ് ഡി എസ്. ഇവിടെ ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഓഫ് എസ് വൈ ഓഫ് എസ് ഇസഡ് ഓഫ് എസ് ഡി എസ് എന്നുള്ള രീതിയിലായിരിക്കും വരുന്നത്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ഉണ്ട്. Find the area of the surface extending upwards from the circle x square plus y square is equal to 1 in the xy plane to the parabolic cylinder z is equal to 1 minus x square. ഓക്കെ, അപ്പൊ ഇതാണ് ശരിക്കും ഇതിന്റെ ഫിഗർ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഉൾക്കൊള്ളിച്ചതാണ്. z is equal to 1 minus x square എന്ന് പറയുന്നത് ശരിക്കും എന്താ, ഈ കൊട പോലെ വന്നേക്കുന്ന ഈ സാധനം കണ്ടോ, ഇതാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇനി എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് പറയുന്നത് ശരിക്കും ഇവിടെ ഒരു സർക്കിൾ രൂപത്തിൽ കിടക്കുന്ന സാധനം കണ്ടോ,
ഈ ഒരു സർക്കിൾ രൂപത്തിൽ കിടക്കുന്ന സാധനമാണ് x² + y² = 1. അപ്പൊ അതിനെ ഈ കൊട കൊണ്ട് മൂവ് ചെയ്യാൻ നേരത്ത് നമുക്ക് ഈ സർക്കിളിനും ഈ ഒരു z = 1 - x² ഇടയ്ക്ക് ഒരു ഫിഗർ രൂപപ്പെട്ട് വന്നേക്കുന്നത് കണ്ടോ? ആ ഒരു ഫിഗറിന്റെ സർഫസ് ഏരിയ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. കണ്ടോ? ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി സർഫസ്. അപ്പൊ ശരിക്കും സർഫസ് ഏരിയ കണ്ടുപിടിക്കുക എന്ന് പറയുന്നതാണ് ലൈൻ ഇന്റഗ്രലിന്റെ ഒരു ആപ്ലിക്കേഷൻ. അതായത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക, സർഫസ് ഏരിയയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ആ ഒരു പർട്ടിക്കുലർ ഇക്വേഷന്റെ ലൈൻ ഇന്റഗ്രൽ ആണ്. അതായത് z = 1 - x²നെ ഈ ഒരു കർവിന് കറസ്പോണ്ടിങ് ആയിട്ട് ലൈൻ ഇന്റഗ്രൽ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ പറയുന്ന സർഫസിന്റെ ഏരിയ കിട്ടും. ക്ലിയർ അല്ലേ? അപ്പൊ അങ്ങനെയാണ് നമ്മൾ അത് വർക്ക് ചെയ്യുന്നത്. സോ ഇവിടെ ഏരിയ എന്ന് പറയുന്നത് ലൈൻ ഇന്റഗ്രലിനാണ്. ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ c 1 - x² ds ആണ്. നമ്മളുടെ c എന്ന് പറയുന്നത് ഈ കർവ് ആണ്. c ഈസ് ഈക്വൽ ടു x² + y² = 1 എന്ന് പറയുന്ന സർക്കിൾ ആണ്. ആ സർക്കിൾ ആണല്ലോ താഴെ കിടക്കുന്നത്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് അവർ ആ സർക്കിൾ ആണെന്ന്. സോ ആ സർക്കിൾ ആണ് നമ്മളുടെ എന്തായിട്ട് വരുന്നത്? സ്മൂത്ത് കർവ് ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്കറിയാം ഇതിന്റെ ആർക്ക് ലെങ്ത് പാരാമീറ്ററൈസേഷൻ നമുക്ക് ഉപയോഗിക്കാം. അത് എന്തുകൊണ്ടാണ് ആർക്ക് ലെങ്ത് പാരാമീറ്ററൈസേഷൻ ആയിട്ട് സർക്കിളിന്റെ പാരാമീറ്ററിക്ക് മാറുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ റേഡിയസ് 1 ആണ്. സോ 1 ആയി കഴിയുമ്പോൾ നമ്മളുടെ സാധാ പാരാമീറ്റർ ഇക്വേഷൻ എന്താകും? ആർക്ക് ലെങ്ത് പാരാമീറ്റർ ആയിട്ട് മാറും. സോ x = cos t, y = sin t ക്ക് പകരം ആർക്ക് ലെങ്ത് പാരാമീറ്റർ ആയിട്ടുള്ള s നമുക്ക് കൊടുക്കാം. ഇപ്പൊ x = cos s, y = sin s. എന്തുകൊണ്ടാണ് വരുന്നത്? നമ്മളുടെ റേഡിയസ് 1 ആയതുകൊണ്ടാണ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ നോക്കിയേ dx/ds എന്താണ്? നമ്മൾ നേരത്തെ ചെയ്ത പോലെ നമുക്ക് ഇതിന്റെ ആൻസർ എഴുതാൻ പറ്റും. നോക്കിയേ dx/ds എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും ഇത് എഴുതേണ്ട കാര്യം പോലും ഇല്ല, നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഇങ്ങനെയാണ് ഫോർമുല വരുന്നത്, f(x) y(s) ds. അപ്പൊ എവിടെയാണ് ഈ സാധനം പോയതെന്ന് ഞാൻ ചുമ്മാ എഴുതി കാണിച്ചതേ ഉള്ളൂ. നമ്മൾ മുമ്പത്തെ ഇക്വേഷനിൽ ഇങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ √(dx/ds) + dy/ds ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും 1 കിട്ടും. ആ 1 കിട്ടുന്നത് കൊണ്ടാണ് നമ്മളത് എഴുതാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ നമ്മളുടെ ഇക്വേഷനിൽ നമ്മൾ ഈ ഒരു പാരാമീറ്റർ ഇക്വേഷൻ അവിടെ കൊടുത്താൽ മാത്രം മതി. അപ്പൊ 1 - x² ആണ്. എക്സിന് പകരം എനിക്ക് എന്ത് കൊടുക്കാം? sin s ന്റെ 1 - sin s ന്റെ സ്ക്വയർ എന്ന് കൊടുക്കാൻ പറ്റും. സോറി, എക്സ് cos s ആണ്. അപ്പൊ എക്സിന് പകരം എന്ത് കൊടുക്കാൻ പറ്റും? 1 - cos s ന്റെ സ്ക്വയർ, അതായത് cos² s എന്ന് കൊടുക്കാൻ പറ്റും. ശരിക്കും ഡെറിവേറ്റീവ് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. ഇനി നമുക്കറിയാം 1 - cos² θ എന്ന് പറയുന്നത് sin² θ ആണ്. സോ ഇവിടെ sin² s എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഇന്റഗ്രൽ 0 to 2π sin² s. നമുക്ക് ഫോർമുല അറിയാം, ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? sin² s ഈസ് ഈക്വൽ ടു 1 - cos 2s / 2. ഈ ഫോർമുല എടുത്ത് ഇവിടെ ഇട്ട് കൊടുത്തു. 1/2 പുറത്തെഴുതി. ഇന്റഗ്രേഷൻ ചെയ്യാം. 1ന്റെ ഇന്റഗ്രൽ s ആണ്, മൈനസ് cos 2s. കോസിന്റെ ഇന്റഗ്രൽ സൈൻ ആണ്, sin 2s. പിന്നെ എസിന്റെ കൂടെ കിടക്കുന്ന 2 എടുത്ത് താഴെ ഇട്ട് കൊടുത്തു. ഓക്കെ, 1/2 ഇൻറ്റു s മൈനസ് sin 2s / 2. ഇന്റഗ്രേഷൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. അപ്പൊ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അപ്പർ ലിമിറ്റ് ആയി 2π ഇവിടെ കൊടുക്കുന്നു, 2π മൈനസ് sin 2 × 2π sin 4π 0 ആണ്. ലോവർ ലിമിറ്റ് ആയ 0 കൊടുക്കുമ്പോൾ ഈ രണ്ട് ടേംസും 0 ആയി പോകും. സോ 1/2 × 2π മാത്രമേ ഉള്ളൂ. 2 ക്യാൻസൽ ആയി പോകുമ്പോൾ π ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ആൻസർ ആയിട്ട് കിട്ടുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് മറ്റൊരു ക്വസ്റ്റ്യൻ ആണുള്ളത്. ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ c 3xy dy വെർ c ഈസ് ദി ലൈൻ സെഗ്മെന്റ് ജോയിനിങ് 0 0 ആൻഡ് 1 2 വിത്ത് ദി ഗിവൺ ഓറിയന്റേഷൻ എന്ന് പറഞ്ഞ് നമുക്കൊരു ഓറിയന്റേഷൻ തന്നിട്ടുണ്ട്. അപ്പൊ നോക്കിയേ, രണ്ടും സെയിം ലൈൻ ആണ്, സെയിം കർവ് ആണ്. 0,0 നിന്ന് 1,2 പോകുന്ന ഒരു കർവ് ആണിത്, അല്ലെ? മറ്റത് 1,2 നിന്ന് 0,0 തിരിച്ചു വരുന്ന കർവ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ലൈൻ ഇന്റഗ്രൽ എടുക്കുമ്പോൾ എന്ത് വ്യത്യാസം വരുമെന്ന് നോക്കാം. അതിനു മുമ്പ് ഇവിടെ നമുക്ക് കുറച്ച് ഫോർമുലാസ് നോക്കാനുണ്ട്. നോക്കിയേ, ഇവിടെ നമുക്ക് വരുന്നത് dy എന്ന് പറയുന്ന രീതിയിലുള്ള ഇക്വേഷൻ ആണ്. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ds-ന്റെ ഫോർമുല അല്ല. സോ അങ്ങനെ ds-ന് പകരം dy-യും dx-ഉം ഒക്കെ വരുമ്പോൾ ചെയ്യാനുള്ള ഫോർമുലയാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കിയേ, എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ ds-ന് പകരം ഇപ്പൊ ഇവിടെ dz വരുന്ന എക്സാമ്പിൾ നോക്കുക. dz വരുവാണെങ്കിൽ ഇന്റഗ്രൽ a to b f(x) y z നോം r' വന്നെടുത്ത് dz ആണെങ്കിൽ z' dt കൊടുക്കുക. അപ്പൊ ഏതാണോ വരുന്നത് അതിന്റെ ഡെറിവേറ്റീവ് അവിടെ കൊടുക്കുക. അത്രേ ഉള്ളൂ പരിപാടി. നോക്കിയേ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് പാരാമീറ്ററൈസേഷൻ ഉപയോഗിക്കുമ്പോൾ നമുക്ക് തന്നിട്ടുണ്ടല്ലേ, നമ്മൾ ലൈൻ ആണ് വന്നേക്കുന്നത്. 0 0 നിന്ന് 1,2 ലൈനിന്റെ പാരാമീറ്ററൈസേഷൻ ആണ് നമുക്ക് വേണ്ടത്.
അപ്പൊ അത് കണ്ടുപിടിക്കാൻ ശരിക്കും നമുക്കൊരു ഫോർമുലയുണ്ട്. ആ ഫോർമുല കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അതായത് നമ്മൾ എവിടെ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത് നോക്കിയിട്ടാണ് ഫോർമുല പറയുന്നത്. നോക്കിയേ, 1 - t ഇൻറ്റു R0 പ്ലസ് ടി ഇൻറ്റു R1 ഈ രീതിയിലാണ് നമ്മളുടെ ആ ഒരു ഫോർമുല വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ R0 എന്ന് പറയുന്നത് 0 R1 എന്ന് പറയുന്നത് 1 2 സോ 1 - t ഇൻറ്റു 0 പ്ലസ് എന്താണ് ടി ഇൻറ്റു R1 എന്ന് പറയുമ്പോൾ 1 2 ഇങ്ങനെ കൊടുക്കുക. അപ്പൊ ഇത് നമുക്ക് 0 ആയിട്ടായിരിക്കും കിട്ടുന്നത്. നെക്സ്റ്റ് പ്ലസ് ടി ഇൻറ്റു 1 2 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? t, 2t. അപ്പൊ x ഈക്വൽ ടു ടിയും y ഈക്വൽ ടു 2t ഇങ്ങനെയാണ് നമ്മളത് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കുക, യൂസിങ് പാരാമീറ്ററൈസേഷൻ x ഈക്വൽ ടു ടി എന്നും y ഈക്വൽ ടു 2t എന്നും എഴുതി. ഇനി നമ്മളുടെ ഇക്വേഷൻ എന്താണ്? ഇന്റഗ്രൽ ഓവർ c 3xy dy ആണ് വേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ 0 to 1 f of x of t, അതായത് 3 ഇൻറ്റു എക്സിന് പകരം t കൊടുക്കാം, yക്ക് പകരം 2t കൊടുക്കാം. ഇനി dy എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ dz കാണുമ്പോഴാണ് z dash of t എഴുതേണ്ടത്. അപ്പൊ dy കാണുമ്പോൾ നമ്മൾ എന്ത് എഴുതണം? y dash of t എഴുതണം അല്ലെ. y dash of t എന്ന് പറഞ്ഞാൽ t യെ വിത്ത് റെസ്പെക്ട് ടു t കൊണ്ട് y നെ വിത്ത് റെസ്പെക്ട് ടു t കൊണ്ട് ഡെറിവേറ്റീവ് എടുക്കുക. അപ്പൊ 2 കിട്ടും. ആ 2 ആണ് ഇവിടെ എഴുതിയേക്കുന്നത്. y dash of t കണ്ടുപിടിച്ച 2 നമ്മൾ ചെയ്യുമ്പോൾ എന്താ നമുക്ക് കിട്ടുന്നത്? 3 ഇൻറ്റു 2 6, 6 ഇൻറ്റു 2 12, 12 ഇൻറ്റു ടി ഇൻറ്റു ടി സ്ക്വയർ 12 ടി സ്ക്വയർ എന്ന് കിട്ടും അല്ലെ. അപ്പൊ ടി സ്ക്വയറിന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ടി ക്യൂബ് ഡിവൈഡഡ് ബൈ 3 ആണ്. ആ 3യും 12ഉം ക്യാൻസൽ ആയി കഴിഞ്ഞാൽ 4 ടി ക്യൂബ് എന്ന് കിട്ടും. ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് 1. അപ്പർ ലിമിറ്റ് ആയ 1 കൊടുക്കുമ്പോൾ 4 ഇൻറ്റു 1 ക്യൂബ് 4 എന്ന് കിട്ടും. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 ആയി പൊക്കോളും. ഓക്കെ, നെക്സ്റ്റ് 1 2 ൽ നിന്ന് 0 0ലേക്ക് തിരിച്ചു വരുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്? അപ്പൊ അവിടെ നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോൾ എന്താ കിട്ടുന്നത്? 1 - t ഇൻറ്റു നമ്മളുടെ നമ്പർ എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും 1 2 വരുന്നത് അല്ലെ, പ്ലസ് ടി ഇൻറ്റു 0 0 ഇങ്ങനെയായിരിക്കും നമുക്ക് ഇക്വേഷൻ കിട്ടുന്നത്. അപ്പൊ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 1 - t ഇൻറ്റു 1 - t കൊണ്ട് രണ്ടുപേരെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇതിന് കോമയ്ക്കകത്തല്ലേ, ഇവിടെ കോമ ഇല്ലല്ലോ. അപ്പൊ 1 - t, 2 ഇൻറ്റു 1 - t, അതായത് 2 - 2t. ഇത് 0 ആയി പോവുകയും ചെയ്യും. അപ്പൊ x ഈക്വൽ ടു 1 - t, y ഈക്വൽ ടു 2 - 2t. ക്ലിയർ അല്ലേ? ഇനി y ഡാഷ് ഓഫ് t കണ്ടുപിടിക്കണ്ടേ. y ഡാഷ് ഓഫ് t എന്ന് പറയുമ്പോൾ എന്ത് വരും? -2 എന്ന് വരും. -2 ഇവിടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ -2 കിട്ടും. അപ്പൊ 3 ഇൻറ്റു എക്സിന് പകരം 1 - t, yക്ക് പകരം 2 - 2t, y ഡാഷ് ഓഫ് ടിക്ക് പകരം -2 dt. ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ, നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇവിടെ 2 കോമൺ എടുക്കുക. അപ്പൊ 2 ഇൻറ്റു 1 - t എന്ന് കിട്ടും. 2 ഇൻറ്റു 1 - t എന്ന് കിട്ടും. അപ്പൊ എന്ത് കിട്ടും? 3 ഇൻറ്റു 2 6, 6 ഇൻറ്റു -2 -12 ഇൻറ്റു 1 - t ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ 4 ഇൻറ്റു 1 - t ദ ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ 3 എന്നാണ് കിട്ടുന്നത്. അപ്പൊ ആ 3യും ഇവിടുത്തെ 12ഉം ക്യാൻസൽ ആയിട്ട് 4 കിട്ടും. ഇവിടെ ഒരു മൈനസ് അധികം വരും, -t ആയതുകൊണ്ട്. മൈനസും മൈനസും ക്യാൻസൽ ആയി പോയിട്ട് 4 ഇൻറ്റു 1 - t ദ ഹോൾ ക്യൂബ് എന്ന് കിട്ടും. അപ്പർ ലിമിറ്റ് ആയ 1 കൊടുക്കുമ്പോൾ 4 ഇൻറ്റു 1 - 1 0, അപ്പം അത് 0 ആയി പോകും. നെക്സ്റ്റ് ലോവർ ലിമിറ്റ് ആയ 0 കൊടുക്കുമ്പോൾ -4 ഇൻറ്റു 1 - 0 1 ആണ്. അപ്പൊ -4 ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. എന്തെങ്കിലും കാൽക്കുലേഷൻസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഈ കുറച്ച് ഫോർമുലാസ് ആണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക, പഠിച്ചു വെക്കുക, ഓർത്ത് വെച്ചിരുന്നാൽ മതി. നോക്കിയേ, ഇന്റഗ്രൽ ഓവർ c, ഇന്റഗ്രൽ ഓവർ -c f of x y dx വന്നാലും മൈനസ് ഇന്റഗ്രൽ ഓവർ c f of x y dx ആണ്. ഇന്റഗ്രൽ ഓവർ -c g of x y dy വന്നാലും മൈനസ് ഇന്റഗ്രൽ ഓവർ c g of x y dy ആണ്. അതായത് ഇവിടെ നമ്മളിപ്പോ dy വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്തില്ലേ, ഇത് c ആണെങ്കിൽ ഇത് -c ആണ്. അപ്പൊ ഇന്റഗ്രൽ എന്ത് വ്യത്യാസം വന്നു? ഇത് 4 വന്നപ്പോൾ ഇത് -4 വന്നു. നെഗറ്റീവ് ആയിരിക്കും കിട്ടുന്നത് ഓറിയന്റേഷൻ ഓപ്പോസിറ്റ് ആവുമ്പോൾ. പക്ഷെ നമ്മൾ ആദ്യം ചെയ്ത ലൈൻ ഇന്റഗ്രലിന്റെ കേസിൽ ഈ ഒരു വ്യത്യാസം ഇല്ല. ds ആണ് വരുന്നതെങ്കിൽ -cക്കും cക്കും സെയിം ഇക്വേഷൻ തന്നെയായിരിക്കും, സെയിം ഇത് തന്നെയായിരിക്കും വരുന്നത്. നെഗറ്റീവും പോസിറ്റീവും ഒന്നും ആവത്തില്ല. അതൊന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. സോ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ c. എക്സാമ്പിൾ 7 ആണിത്. 6 നമുക്ക് ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ആണ്. അത് അടുത്തത് ഹോംവർക്ക് ആയിട്ട് തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇന്റഗ്രൽ ഓവർ c 3x² + y² dx + 2xy dy. ഈ ഒരു ഇന്റഗ്രേഷൻ ഇവാലുവേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. എലോങ് ദി ആർക്ക് c ഗിവൺ ബൈ x ഈക്വൽ ടു cos t, y ഈക്വൽ ടു sin t. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. അപ്പൊ ശരിക്കും ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒന്നും ചെയ്യണ്ട. നോക്കിയേ, ഇതാ കണ്ടോ, ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഈ രീതിയിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇന്റഗ്രൽ ഓവർ c f of x y dy ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടുത്തെ ഒരു ഫോർമുല യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഞാനിപ്പോൾ ഒരു ഫോർമുല എഴുതുവാണെങ്കിൽ ഇന്റഗ്രൽ ഓവർ c f of x y dx
പ്ലസ് ജി ഓഫ് എക്സ് വൈ ഡി വൈ എന്ന് കിട്ടുവാണെങ്കിൽ അതിന്റെ ഫോർമുല എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ചെയ്ത രീതി തന്നെ ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഓഫ് ടി കോമ വൈ ഓഫ് ടി അവിടെ നമ്മൾ എക്സ് ഡാഷ് ഓഫ് ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും പ്ലസ് നോക്കിയേ ജി ഓഫ് എക്സ് ഓഫ് ടി കാരണം ഡി എക്സ് ആയതുകൊണ്ട് കോമ വൈ ഓഫ് ടി അടുത്ത ഇനി ഡി വൈ ആയതുകൊണ്ട് വൈ ഡാഷ് ഓഫ് ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും ഇത്രയും സാധനം മൾട്ടിപ്ലൈ ചെയ്തിട്ട് വിത്ത് റെസ്പെക്ട് ടു ഡി ടി ഇന്റഗ്രേറ്റ് ചെയ്യാം ഇതാണ് നമ്മളുടെ ഫോർമുല അപ്പൊ നമുക്ക് ഇവിടെ ഒന്ന് ചെയ്ത് നോക്കാം വളരെ സിമ്പിൾ ആണ് നോക്കിയേ ഇവിടെ നമ്മൾക്ക് പാരാമീറ്ററേഷൻ തന്നിട്ടുണ്ട് എക്സ് ഈക്വൽ ടു കോസ് ടി വൈ ഈക്വൽ ടു സൈൻ ടി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും അതിട്ട് കൊടുക്കും നോക്കിയേ 3x² പ്ലസ് വൈ സ്ക്വയർ അപ്പൊ 3 ഇൻറ്റു എക്സിന് പകരം കോസ് അപ്പൊ എക്സ് സ്ക്വയർ ആകുമ്പോൾ കോസ് സ്ക്വയർ ടി വൈക്ക് പകരം സൈൻ വൈ സ്ക്വയർ ആകുമ്പോൾ സൈൻ സ്ക്വയർ ടി അല്ലെ ഇനി ഡി എക്സ് കണ്ടാൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് എടുത്ത് അവിടെ എഴുതുക അതായത് എക്സിന്റെ ഡെറിവേറ്റീവ് എടുത്താൽ മൈനസ് സൈൻ ടി കോസ് ടിയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ടി അത് എഴുതുക കഴിഞ്ഞു അത്രയും പരിപാടി ഇവനെ നമ്മൾ ഫുള്ള് ടിയിലാക്കി അല്ലെ 3x² എന്ന് പറയുമ്പോൾ 3 കോസ് സ്ക്വയർ ടി വൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ സൈൻ സ്ക്വയർ ടി ഡി എക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ഡെറിവേറ്റീവ് എടുക്കുക മൈനസ് സൈൻ ടി ഇനി പ്ലസ് 2xy 2 കോസ് ടി സൈൻ ടി ഡി വൈ എന്ന് പറയുമ്പോൾ വൈയുടെ ഡെറിവേറ്റീവ് എടുക്കുക വൈ സൈൻ ടി അല്ലേ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ കോസ് ടി ഡി ടി ഇനി ഇതിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്താൽ മതി നോക്കിയേ 3 കോസ് സ്ക്വയർ ടി പ്ലസ് സൈൻ സ്ക്വയർ ടി ഇൻറ്റു മൈനസ് സൈൻ ടി അല്ലെ അപ്പൊ ഈ ഒരു സാധനം നമുക്ക് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും കിട്ടുന്നത് നമുക്ക് ഓരോ ടേം ബൈ ടേം ആയിട്ട് നമുക്ക് നോക്കാം നോക്കിയേ കോസ് സ്ക്വയർ ടിയുടെ ടേംസ് എവിടെയൊക്കെ വരും നോക്കിയേ കോസ് സ്ക്വയർ ടി ഇൻറ്റു സൈൻ ടി അത് നോക്കാം 3 cos square t minus sin t. So minus 3 cos square t sin t. കുഴപ്പമില്ലല്ലോ നെക്സ്റ്റ് സൈൻ സ്ക്വയർ ടി ഇൻറ്റു മൈനസ് സൈൻ ടി അപ്പൊ മൈനസ് സൈൻ ക്യൂബ് ടി വരും ഇവിടെ സ്ക്വയർ ഇവിടെ 1 ആണ് ഡിഗ്രി അപ്പൊ ക്യൂബ് ആകും അല്ലെ ഇനി ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ 2 കോസ് സ്ക്വയർ ടി കോസ് ഇൻറ്റു കോസ് സ്ക്വയർ ടി സൈൻ ടി എന്ന് കിട്ടും അത്രയും ഡി ടി നെക്സ്റ്റ് നമ്മൾ നോക്കുക മൈനസ് 3 കോസ് സ്ക്വയർ ടി സൈൻ ടി പ്ലസ് 2 കോസ് സ്ക്വയർ ടി സൈൻ ടി അത് മൈനസ് കോസ് സ്ക്വയർ ടി സൈൻ ടി എന്നാകും ഇവിടെ മൈനസ് സൈൻ ക്യൂബ് ടി അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഈ പറയുന്ന ഒരു സൈൻ ടി കോമൺ എടുത്തു ഇത് രണ്ടിനും സൈൻ ടി കോമൺ എടുത്താൽ മൈനസ് കോസ് സ്ക്വയർ ടി സൈൻ ടി ആയിരുന്നു ആ സൈൻ ടി പുറത്ത് എഴുതി മൈനസ് സൈൻ ക്യൂബ് ടി ആയിരുന്നു അതിൽ ഒരു സൈൻ ടി എടുത്ത് എന്ത് ചെയ്തു പുറത്ത് എഴുതി നെക്സ്റ്റ് നോക്കുക ഇവിടെ നമ്മൾ മൈനസ് കോമൺ എടുത്തു കഴിഞ്ഞാൽ മൈനസ് ഓഫ് കോസ് സ്ക്വയർ ടി പ്ലസ് സൈൻ സ്ക്വയർ ടി എന്ന് എഴുതാൻ പറ്റും അത് -1 ആയി പൊക്കോളും അല്ലെ അപ്പൊ ഇവിടെ നമുക്ക് -1 എന്ന് കിട്ടും -1 ഇൻറ്റു സൈൻ ടി സോറി -1 ഇൻറ്റു സൈൻ ടി സോ ഇന്റഗ്രൽ 0 ടു π/2 മൈനസ് സൈൻ ടി ഡി ടി എന്ന് കിട്ടും സൈനിന്റെ ഇന്റഗ്രൽ മൈനസ് കോസ് ആണ് ആ മൈനസ് ഈ മൈനസ് കൂടി പ്ലസ് ആയി കോസ് ടി ഫ്രം 0 ടു π/2 അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 ആയി പോകും മൈനസ് കോസ് 0 ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ മൈനസ് കോസ് 0 ദാറ്റ് ഈസ് -1 എന്ന് കിട്ടും ഓക്കെ അല്ലേ അപ്പൊ നെക്സ്റ്റ് നമ്മൾ ഇതേപോലെ ഒരു ഫോർമുല പഠിച്ചു വെച്ചേക്കുക ഇത് എളുപ്പമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇതേപോലെ നിങ്ങൾ വെച്ചിട്ട് ഹോംവർക്ക് കൂടി ചെയ്യുക കേട്ടോ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക ഇപ്പൊ ചെയ്ത അതേപോലെ തന്നെ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എക്സാമ്പിൾ 6 ഹോംവർക്ക് ആയിട്ട് ചെയ്യുക നെക്സ്റ്റ് നിങ്ങൾ നോക്കുക ഈ പറയുന്ന ഇന്റഗ്രൽ ഓവർ മൈനസ് സി എഫ് ഓഫ് എക്സ് വൈ സെഡ് ഡി എക്സ് പ്ലസ് ജി ഓഫ് എക്സ് വൈ സെഡ് ഡി വൈ പ്ലസ് എച്ച് ഓഫ് എക്സ് വൈ സെഡ് ഡി സെഡ് ആണെങ്കിൽ മൈനസ് കൊടുത്ത് നമുക്ക് ആ ഇന്റഗ്രലിനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഒരു കണ്ടിന്യൂസ് വെക്ടർ ഫീൽഡിന്റെ ഇന്റഗ്രേഷൻ ആണ് നമ്മൾ ഇത്ര നേരം ഒരു ഫംഗ്ഷന്റെ ലൈൻ ഇന്റഗ്രൽ ആണ് നോക്കിയത് ഇനി നമ്മളൊരു വെക്ടർ ഫീൽഡിന്റെ ലൈൻ ഇന്റഗ്രൽ ആണ് നോക്കുന്നത് അപ്പൊ അവിടെ ഡി എസിന് പകരം ഡി ആർ വരും അതും ഒരു വെക്ടർ ആയിരിക്കും എന്നുള്ള രീതിയിൽ ഇപ്പൊ ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ എന്നായിരിക്കും നമ്മൾ ആ ലൈൻ ഇന്റഗ്രലിനെ എഴുതുന്നത് അത് നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം നമ്മൾ ഇപ്പൊ ചെയ്ത ആ ഒരു രീതിയിലുള്ള ഇക്വേഷൻ എഫ് ഓഫ് എക്സ് വൈ സെഡിനെ ഡി എക്സ് കൊണ്ട് ജി ഓഫ് എക്സ് വൈ സെഡിനെ ഡി വൈ കൊണ്ട് എച്ച് ഓഫ് എക്സ് വൈ സെഡിനെ ഡി എസ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ അതിനേക്കാളും കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആറിന് നമുക്ക് ഇങ്ങനെ എഴുതാം ഇന്റഗ്രൽ ഓവർ എ ടു ബി എഫ് ഓഫ് ആർ ഓഫ് ടി ഡോട്ട് ആർ ഡാഷ് ഓഫ് ടി ഡി ടി ഇതായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല രണ്ട് സെയിം ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ടാമത്തെ ഫോർമുല ആയിരിക്കും നോക്കിയേ എക്സാമ്പിൾ 8 ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഹോംവർക്ക് ചെയ്യുക എക്സാമ്പിൾ 8 വരുന്നത് ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ എന്ന് കണ്ടുപിടിക്കാനാണ് എഫ് ഓഫ് എക്സ് വൈ തന്നിട്ടുണ്ട് സി എന്ന് പറയുന്ന ഓറിയന്റഡ് കർവ് രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട് അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യുമ്പോൾ എഫ് ഓഫ് ആർ ഓഫ് ടി എഴുതുക നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുന്നത് എന്താ ഇക്വേഷൻ ഇന്റഗ്രൽ ഓവർ എ ടു ബി എഫ് ഓഫ് ആർ ഓഫ് ടി ഡോട്ട് ആർ ഡാഷ് ഓഫ് ടി അല്ലെ അപ്പൊ നമ്മൾ എഫ് ഓഫ് ആർ ഓഫ് ടി കണ്ടുപിടിക്കുക അതായത് ഇവിടത്തെ എക്സിനും വൈക്കും ഒക്കെ പകരം ഇവിടത്തെ എക്സ് കമ്പോണന്റും വൈ കമ്പോണന്റും കൊടുക്കുക അപ്പൊ കോസ് എക്സ് ഐ എക്സിന് പകരം -π/2 സോ കോസ് -π/2 ഐ പ്ലസ് സൈൻ എക്സ് തന്നെയാണ് അവിടെ -π/2 സൈൻ -π/2 ജെ ഓക്കെ കോസ് π/2 0 ആണ് അപ്പൊ ഈ കംപ്ലീറ്റ് ടേം 0 ആയി പോകും
സൈൻ പൈ ബൈ ടു 1 ആണ്, സൈൻ മൈനസ് പൈ ബൈ ടു എന്ന് പറയുമ്പോൾ -1 വരും അല്ലെ. അപ്പൊ -1 into j, ദാറ്റ് ഈസ് -j എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ -j. ആർ ഡാഷ് ഓഫ് ടി എന്ന് പറയുമ്പോൾ ഇവിടെ വിത്ത് റെസ്പെക്ട് ടു ടി ഡെറിവേറ്റീവ് എടുക്കുക. ഇതിന്റെ ഡെറിവേറ്റീവ് 0 ആണ്, ടിയുടെ ഡെറിവേറ്റീവ് എന്താണ് 1 ആണ്. സോ 1j എന്ന് കിട്ടും, അതായത് j തന്നെയാണ്. ഇനി നമ്മൾക്ക് വേണ്ടത് എഫ് ഓഫ് ആർ ഓഫ് ടി ഡോട്ട് ആർ ഡാഷ് ഓഫ് ടി ആണ്. കമ്പോണന്റ് വൈസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ith കമ്പോണന്റ് രണ്ടുപേർക്കും ഇല്ല, 0 ആണ്. kth കമ്പോണന്റ് രണ്ടുപേർക്ക് 0 ആണ്. സോ jth കമ്പോണന്റ് മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ മതി. -1 into 1 -1 എന്ന് കിട്ടും. അപ്പൊ ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുന്നത് ഇന്റഗ്രൽ നമ്മളുടെ ലിമിറ്റ് അവർ തന്നിട്ടുണ്ട് 1 to 2 എഫ് ഓഫ് ആർ ഓഫ് ടി ഡോട്ട് ആർ ഡാഷ് ഓഫ് ടി ഡി ടി ആണ്. ഇന്റഗ്രൽ 1 to 2 ഈ പറയുന്ന ഡോട്ട് പ്രോഡക്റ്റ് -1 ആണ്. സോ -1 ഡി ടി എന്ന് കിട്ടും. -1ന്റെ ഇന്റഗ്രൽ അതായത് -t എന്ന് കിട്ടും. -t ഫ്രം 1 to 2 എന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പർ ലിമിറ്റ് ആയി 2 കൊടുക്കുമ്പോൾ മൈനസ് ഇപ്പൊ കോമൺ എടുത്തു, എന്നിട്ട് അപ്പർ ലിമിറ്റ് ആയി 2 കൊടുക്കുമ്പോൾ 2 - 1 എന്ന് കിട്ടും. 2 - 1 1 ആണ്, -1 എന്ന് കിട്ടും അല്ലെ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന വെക്ടർ ഫീൽഡിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ലൈൻ ഇന്റഗ്രൽ യൂസ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതേപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ, അതായത് സെക്കൻഡ് ഓറിയന്റേഷൻ ആണെങ്കിൽ എഫ് ഓഫ് ആർ ഓഫ് ടി കണ്ടുപിടിക്കുമ്പോൾ എക്സിന് പകരം ഇവിടെ എന്ത് കൊടുക്കാം, ടി കൊടുക്കാം അല്ലെ. എക്സ് കമ്പോണന്റ് ഇവിടെ ടി ആണ്. സോ കോസ് ടി ഐ പ്ലസ് സൈൻ ടി ജെ എന്ന് കിട്ടും. ആർ ഡാഷ് ഓഫ് ടി എന്ത് വരും, ടിയുടെ ഡെറിവേറ്റീവ് 1 ആണ്. സോ 1 into ഐ എന്ന് കിട്ടും, പ്ലസ് ടി സ്ക്വയർ എന്ന് പറയുമ്പോൾ 2t j എന്ന് കിട്ടും. ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ith കമ്പോണന്റ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, കോസ് ടി into 1 കോസ് ടി, പ്ലസ് jth കമ്പോണന്റ് മൾട്ടിപ്ലൈ ചെയ്യുന്നു 2t into sin t 2t sin t എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? അപ്പൊ ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ -1 to 2 കോസ് ടി പ്ലസ് 2t sin t dt എന്ന് കിട്ടും. നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ കോസിന്റെ ഇന്റഗ്രൽ സൈൻ ടി ആണ്, സൈൻ ടി എഴുതി. ഇനി 2t sin ടിയുടെ ഇന്റഗ്രൽ എന്ത് വരും, 2 പുറത്തെടുക്കാം. t sin ടിയുടെ ഇന്റഗ്രൽ എന്ത് വരും, ഇന്റഗ്രൽ t sin t. ഇത് ശരിക്കും എന്താണ്, ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ആണ് അല്ലെ. ഇവിടെ നമുക്ക് കിട്ടുന്ന എന്താണ്, ഇന്റഗ്രേഷൻ ബൈ പാർട്സ്. പ്രോഡക്റ്റിന്റെ ഇന്റഗ്രൽ നമ്മൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നിങ്ങൾ ഇത് ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആയിട്ടും സെക്കൻഡ് ഫംഗ്ഷന്റെ ഇന്റഗ്രൽ ആയിട്ടും ഒക്കെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക കേട്ടോ. ഇന്റഗ്രേഷൻ ബൈ പാർട്സ് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞു തരാം. ഇവിടെ നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷനെയും സെക്കൻഡ് ഫംഗ്ഷനെയും ഫിക്സ് ചെയ്യും. ഫസ്റ്റ് ഫംഗ്ഷനെയും സെക്കൻഡ് ഫംഗ്ഷനെയും ഫിക്സ് ചെയ്യുന്നത് ഹൈലൈറ്റ് റൂൾ ഉപയോഗിച്ചിട്ടാണ്. എ എന്ന് പറയുന്നത് ആൾജിബ്രയും ടി എന്ന് പറയുന്നത് ട്രിഗണോമെട്രിയുമാണ്. ആൾജിബ്രയാണ് ആദ്യം വരുന്നത്. സോ ഇവിടെ നമ്മൾക്ക് ടി സൈൻ ടി ഇങ്ങനെ തന്നെ എഴുതാൻ പറ്റും. ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ എഴുതുക ടി, അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുക 1, പിന്നെ ഡെറിവേറ്റീവ് എടുത്താൽ 0 കിട്ടും. 0 കിട്ടുന്നവർ ഡെറിവേറ്റീവ് എടുക്കുക. ഇനി സെക്കൻഡ് ഫംഗ്ഷന്റെ ഇന്റഗ്രൽ എടുത്ത് ആദ്യമേ എഴുതുക. ഇവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ എഴുതുക, സെക്കൻഡ് ഫംഗ്ഷന്റെ ഇന്റഗ്രൽ എഴുതുക. സൈൻ ടിയുടെ ഇന്റഗ്രൽ മൈനസ് കോസ് ടി, ഇനി അതിന്റെ ഇന്റഗ്രൽ എടുക്കുക. മൈനസ് കോസ് ടിയുടെ ഇന്റഗ്രൽ മൈനസ് സൈൻ ടി, അതുവരെ എഴുതി പോവുക. ഇനി ഇവിടെ ആൾട്ടർനേറ്റ് ആയിട്ട് പ്ലസും മൈനസും കൊടുക്കുക. ഓക്കെ, ഇനി പ്ലസ് ടി ഇൻറ്റു മൈനസ് കോസ് ടി, സോ മൈനസ് ടി കോസ് ടി, -1 into മൈനസ് സൈൻ ടി, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് സൈൻ ടി എന്ന് കിട്ടും. സോ മൈനസ് ടി കോസ് ടി പ്ലസ് സൈൻ ടി എന്ന് കിട്ടും. നമ്മൾ 2 കൊണ്ട്, നമുക്ക് ഇവിടെ 2t സൈൻ ടി അല്ലായിരുന്നോ, അപ്പൊ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -2t കോസ് ടി പ്ലസ് 2 സൈൻ ടി എന്ന് കിട്ടും. എന്നിട്ട് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യണം. സോ ഇന്റഗ്രേഷൻ ബൈ പാർട്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. എന്നിട്ട് നമ്മൾ അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 2 ആണ് അപ്പർ ലിമിറ്റ് അല്ലേ. വേണമെങ്കിൽ ഇത് കുറച്ചുകൂടി ചെറുതാക്കാമല്ലോ. ഇവിടെ സൈൻ ടി ഉണ്ട്, ഇവിടെ 2 സൈൻ ടി ഉണ്ട്. ആഡ് ചെയ്യുമ്പോൾ 3 സൈൻ ടി എന്ന് കിട്ടും. സോ 3 സൈൻ ടി മൈനസ് 2t കോസ് ടി അല്ലെ. ഇനി നമ്മൾ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 2, അപ്പൊ 3 സൈൻ 2 മൈനസ് 2 into 2 4 കോസ് 2 മൈനസ് ലോവർ ലിമിറ്റ് ആയ -1 കൊടുക്കുക. അപ്പൊ മൈനസ് ആണ് ഇവിടെ എല്ലാവർക്കും വരുന്നത്. -3 സൈൻ ഓഫ് -1, മൈനസ് മൈനസ് ലോവർ ലിമിറ്റിന്റെ മൈനസും ഈ മൈനസ് കൂടി പ്ലസ് ആകുന്നു. 2 into -1 into കോസ് ഓഫ് -1, അപ്പൊ 3 സൈൻ 2 മൈനസ് 4 കോസ് 2. ഇവിടെ സൈൻ നിങ്ങൾ ഈ ഒരു ഫോർമുല നിങ്ങൾ എപ്പോഴും ഓർത്ത് വെച്ചേക്കുക. നോക്കി, സൈൻ ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് സൈൻ എക്സ് ആണ്. സൈൻ ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, മൈനസ് സൈൻ എക്സ് ആണ്. പക്ഷെ കോസ് ഓഫ് മൈനസ് എക്സ് എന്താണ്, കോസ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് കോസ് എക്സ് ആണ്. കോസ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് കോസ് എക്സ് ആണ്. ഈ കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടും, 3 സൈൻ 2, ഇവിടെ -4 കോസ് 2 മൈനസ് സൈൻ -1 എന്ന് പറയുന്നത് മൈനസ് സൈൻ 1 ആണ്. ആ മൈനസ് മൈനസ് കൂടി പ്ലസ് ആയി 3 സൈൻ 1. ഇനി 2 into -1 -2, കോസ് ഓഫ് -1 കോസ് 1 തന്നെയാണ്. സോ -2 കോസ് 1. അത് നിങ്ങൾ കാൽക്കുലേറ്റർ അടിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആൻസർ ആയിരിക്കും കിട്ടുന്നത്. കാൽക്കുലേറ്റർ അടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ പറയുന്ന ആംഗിൾസിനെയൊക്കെ നിങ്ങൾ ഏതിലാക്കുക, ആംഗിൾസ് എപ്പോഴും റേഡിയനിലാക്കണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആൻസർ കിട്ടൂ. ഓക്കെ, റേഡിയനിലാക്കണം, ഡിഗ്രിയിലാക്കരുത്. ഡിഗ്രിയിലാക്കിയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടത്തില്ല.
ഓക്കെ. അപ്പൊ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ആർക്ക് ലെങ്ത് പാരാമീറ്ററിലുള്ള വെക്ടർ ഫീൽഡിന്റെ ഇക്വേഷൻസ് ആണ്. അപ്പോൾ ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആറിനെ ആർക്ക് ലെങ്ത് പാരാമീറ്ററൈസ് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ടി ഡി എസ് എന്ന് എഴുതാൻ പറ്റും. ആ ടി എന്ന് പറയുന്നത് എന്താണ്? ടി എന്ന് പറയുന്നത് യൂണിറ്റ് ടാൻജന്റ് വെക്ടർ ആയിരിക്കും. യൂണിറ്റ് ടാൻജന്റ് വെക്ടർ ആയിരിക്കും. ഓക്കെ. അപ്പൊ ഇവിടെ എഫ് ഡോട്ട് ടി എന്ന് പറയുന്നത് നോം എഫ് നോം ടി കോസ് തീറ്റ ആണ്. നോം ടി എപ്പോഴും 1 ആണ്. സോ നമുക്ക് ഈ ഇക്വേഷനെ നോം എഫ് കോസ് തീറ്റ എന്ന് പഠിച്ചു വെക്കാം. സോ ലൈൻ ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുന്നത് ലൈൻ ഇന്റഗ്രൽ ഓവർ സി നോം എഫ് കോസ് തീറ്റ ആണ്. അപ്പൊ നമുക്ക് അതിനൊരു പ്രോബ്ലം ഉണ്ട്. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ഇവാലുവേറ്റ് ചെയ്യാനാണ്. -yi + xj ആണ്. ഓക്കെ. അപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻസും ഉണ്ട്. അവിടെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് നോം എഫ് കണ്ടുപിടിക്കാം. നോം എഫ് എന്ന് പറയുമ്പോൾ √(-y² + x²) അതായത് x² + y² ആണ്. പക്ഷെ ഇവിടെ നമുക്കറിയാം x² + y² എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ അതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? √3 എന്ന് കിട്ടും. ഓക്കെ. ഇനി നിങ്ങൾ നോക്കുക, അറ്റ് എവറി പോയിന്റ് ഓൺ സി ദ ഡയറക്ഷൻ ഓഫ് എഫ് ആൻഡ് ഡയറക്ഷൻ ഓഫ് സി ആർ ദി സെയിം. അത് നമുക്ക് പടം തന്നപ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. കണ്ടോ, ഇതിന്റെ ഏത് പോയിന്റിൽ നമ്മൾ ടാൻജന്റ് എടുത്താലും നമുക്ക് ഈ എഫിന്റെ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും ആ ടാൻജന്റ് പോകുന്നത്. അപ്പൊ അത് നമുക്ക് പടം തന്നിട്ട് മനസ്സിലാവുമെങ്കിലും നമ്മൾ എക്സാമിന് ചോദിക്കുമ്പോൾ ഈ പടം കാണത്തില്ല. അതുകൊണ്ട് ഈ സാധനത്തിൽ ഡയറക്ഷൻ സെയിം ആണെന്നും ഈ സാധനത്തിൽ ഡയറക്ഷൻ നോർമൽ ആണെന്നും ഓർത്ത് വെച്ചേക്കാം. കണ്ടോ, ഇതാണ് നമ്മളുടെ കർവ്. അതിനോട് എപ്പോഴും 90 ഡിഗ്രി ആയിട്ടായിരിക്കും ഈ പറയുന്ന നോർമൽ കർവ് പോകുന്നത്, നമ്മളുടെ ഈ ഒരു ഇക്വേഷനിൽ ലൈൻ പോകുന്നത്. അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കുക. കാരണം ഇപ്പൊ നിങ്ങൾക്ക് പടം നോക്കി മനസ്സിലാക്കാൻ പറ്റും, അങ്ങനെയാണ് ടെക്സ്റ്റ് കൊടുത്തേക്കുന്നത്. പക്ഷെ യൂണിവേഴ്സിറ്റി എക്സാം ചോദിക്കുമ്പോൾ പടം തരത്തില്ല. അപ്പൊ നിങ്ങൾ ഈ ഒരു സാധനം നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഈ പറയുന്ന ഇക്വേഷനിൽ എന്തായിരിക്കും? 0 ആയിരിക്കും ആംഗിൾ. സെയിം ഡയറക്ഷൻ ആയതുകൊണ്ട് ആംഗിൾ എന്തായിരിക്കും? 0 ആയിരിക്കും. അവിടെ നമുക്ക് ഇക്വേഷൻ ആയിട്ട് ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ടി ഡി എസ് ഇന്റഗ്രൽ ഓവർ സി നോം എഫ് എന്ന് പറയുന്നത് √3 ആണ്. √3 കോസ് തീറ്റ എന്നാ വരുന്നത്. കോസ് തീറ്റ ഇവിടെ 0 ആണല്ലോ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? കോസ് തീറ്റ ഈസ് ഈക്വൽ ടു കോസ് 0 ഈസ് ഈക്വൽ ടു 1 ആണ്. സോ √3 × 1 എന്ന് കിട്ടും. അപ്പൊ √3 × ഇന്റഗ്രൽ ഓവർ സി ഡി എസ് ആണ് അല്ലെ. അപ്പൊ ശരിക്കും ഡി എസ് എന്ന് പറഞ്ഞാൽ ഡി എസ് എന്താണ്? ആ പറയുന്ന കർവിന്റെ ഏരിയ ആണ്, ആ പറയുന്ന കർവിന്റെ പെരിമീറ്റർ ആണ്. ഓക്കെ. അപ്പൊ ആ കർവിന്റെ പെരിമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര ആയിരിക്കും കിട്ടുന്നത്? നോക്കി, അത് നമുക്ക് പടത്തിൽ നോക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. ഒരു സർക്കിളിന്റെ 4/1 സർക്കിളിന്റെ 4/1 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം? നോക്കി, സർക്കിളിന്റെ 4/1 പറയുമ്പോൾ പെരിമീറ്റർ എന്ത് കിട്ടും? 2πr ആണ് ഇക്വേഷൻ. 2π × ഇവിടത്തെ റേഡിയസ് എന്ന് പറയുന്നത് √3 ആണ്. അതേ /4 വരും അല്ലെ. ഇവിടെ 4 ഉം 2 ഉം ക്യാൻസൽ ആയി പോയിട്ട് √3π/2 കിട്ടും. സോ ആ √3യും ഈ √3യും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ √3 × √3 3π/2 എന്നായിരിക്കും നമുക്ക് ആൻസർ കിട്ടുന്നത്. അതാ സർക്കംഫറൻസ് ആണ്. ഇതെല്ലാം നമുക്ക് പടത്തിൽ നിന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എക്സാമിന് ചില സമയത്ത് അവർ പടം ഇല്ലാതെയൊക്കെ ചോദിക്കാറുണ്ട്. അല്ലാതെ നമുക്ക് ഒരിക്കലും ഇവിടുത്തെ ഓറിയന്റേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട്, എത്ര ദൂരം ഉണ്ടെന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പക്ഷെ എന്നാലും എക്സാമിന് ചില സമയത്ത് മിസ്റ്റേക്കുകളൊക്കെ വരാറുണ്ട്. പക്ഷെ അത് മാർക്കൊന്നും ഇട്ട് തരത്തുമില്ല. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു സാധനം പഠിച്ചു വെച്ചേക്കുക, ഓർത്ത് വെച്ചേക്കുക കേട്ടോ. 3π/2 ഈ ഒരു ആൻസർ ആണ് കിട്ടുന്നത്. ക്വസ്റ്റ്യൻ സെയിം ആയിരിക്കും ചോദിക്കേണ്ടത്. നെക്സ്റ്റ്, ഇവിടുത്തെ വെക്ടർ ഫീൽഡ് നോർമൽ ആയതുകൊണ്ട് അവിടെ cos π/2 എന്ന് വരും. ആംഗിൾ π/2 ആണല്ലോ. cos π/2 0 ആണ്. അപ്പൊ ഈ ഇന്റഗ്രൽ എന്തായി പോകും? 0 ആയി പോകും. അതുകൂടി നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ഇനി ലൈൻ ഇന്റഗ്രലിന്റെ കാര്യത്തിൽ ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ടി ഡി എസ് -c ആണെങ്കിൽ അത് മൈനസ് ആയിട്ട് മാറും. അത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. ആ കാര്യം ഓർത്ത് വെച്ചേക്കുക. നെക്സ്റ്റ്, വർക്ക് ആണ്. സപ്പോസ് ദാറ്റ് അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് എ കണ്ടിന്യൂസ് ഫോഴ്സ് ഫീൽഡ് എഫ് എ പാർട്ടിക്കിൾ മൂവ്സ് അലോങ് എ സ്മൂത്ത് കർവ് സി ആൻഡ് ദാറ്റ് സി ഈസ് ഓറിയന്റഡ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദി പാർട്ടിക്കിൾ. വർക്കിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ആയിരിക്കും. അത് ഓർത്ത് വെച്ചേക്കാം. നെക്സ്റ്റ്, ഈ പറയുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ ട്രയാങ്കുലർ പാത്തിൽ ഇവാലുവേറ്റ് ചെയ്യാനാണ് ചോദ്യം വന്നേക്കുന്നത്. അപ്പൊ എക്സാമിന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പടം തരത്തില്ല. പക്ഷെ C1 ഇതാണ്, C2 ഇതാണ്, C3 ഇതാണെന്ന് പറഞ്ഞ് തരും. അതായത് C1 എന്ന് പറയുന്നത് 0 നിന്ന് 10 പോകുന്ന ലൈനാണ്. C2 എന്ന് പറയുന്നത് 10 നിന്ന് 12 പോകുന്ന ലൈനാണ്. ഈ രീതിയിൽ നിങ്ങൾക്ക് തരും. അപ്പൊ നിങ്ങൾ എക്സാമിന്റെ ക്വസ്റ്റ്യൻ വരുന്നത് അങ്ങനെയായിരിക്കും വരുന്നത്. അപ്പൊ നിങ്ങൾ അതൊന്നും തെറ്റിപ്പോകരുത്. കൃത്യമായിട്ട് ഈ ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. 1, 3 നിന്ന് 0 ഉള്ള ലൈൻ. അപ്പൊ നിങ്ങളത് ഓരോന്നായിട്ട് ചെയ്യണം. നോക്കി, R(t)യുടെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. 1 - t × R0 + t × R1 നമ്മൾ ഓൾറെഡി പറഞ്ഞ ഇക്വേഷൻ ആണ്. അപ്പൊ അതിൽ നിന്ന് ഇവിടെ നിങ്ങോട്ട് പോകുമ്പോൾ 1 - t × 00 + t × 10 ഉണ്ട്. ഇവിടെ നിങ്ങോട്ട് പോകുമ്പോൾ അത് t0 എന്ന് കിട്ടും. അടുത്ത 1 - t × 10 + t × 12 നിങ്ങൾക്ക് ചെയ്യുമ്പോൾ 1,2t എന്ന് കിട്ടും. 1 - t × 12 + t × 00 അത് നമുക്ക് ഇങ്ങനെ കിട്ടും. എന്നിട്ട് നിങ്ങൾ C1 ലും C2 ലും C3 ലും എന്ത് ചെയ്യാം?
നമ്മളുടെ ഇക്വേഷൻ സോൾവ് ചെയ്യുക. നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ് കണ്ടോ. നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഓവർ സി എക്സ് സ്ക്വയർ വൈ ഡി എക്സ് പ്ലസ് എക്സ് ഡി വൈ ആണ്. അപ്പൊ നമ്മൾ അത് എങ്ങനെയാ ചെയ്യുന്നത്? എക്സ് സ്ക്വയർ വൈ ഡി എക്സ് പ്ലസ് എക്സ് ഡി വൈനെ നമ്മൾ എന്ത് ചെയ്യും? ഇന്റഗ്രൽ ഓവർ സി വൺ എക്സ് സ്ക്വയർ വൈ ഡി എക്സ് എന്ന് എഴുതും. കാരണം ഇവിടുത്തെ എക്സ് ഡി വൈ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ വൈ എന്ന് പറയുന്നത് ഇവിടെ 0 ആണ്. അപ്പൊ വൈ ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് 0 ആയി പോകും. നിങ്ങൾ നേരത്തെ ചെയ്ത പോലെ തന്നെ. ഇപ്പൊ എക്സിന് നമ്മൾ കൊടുക്കുമ്പോൾ എക്സിന്റെ ലിമിറ്റ് എന്താണ്? ഇവിടെ എക്സ് ടി ആണ്. സോ ടി സ്ക്വയർ ഇൻറ്റു വൈ എന്താണ്? 0 ആണ്. അടുത്ത ഡി വൈയും 0 ആയതുകൊണ്ട് ഈ സാധനം 0 ആയി പോകും. അടുത്ത് ഇവിടെ നിങ്ങൾ ചെയ്യുമ്പോൾ എക്സിന് പകരം 1 കൊടുക്കുക, വൈക്ക് പകരം 2t കൊടുക്കുക, ഡി എക്സിന് പകരം എക്സ് ഡാഷ് ഓഫ് ടി, ഡി വൈക്ക് പകരം വൈ ഡാഷ് ഓഫ് ടി. ഇത് നിങ്ങൾ ചെയ്തു നോക്കുക. ഇതേപോലെ മൂന്നും ചെയ്യുക. മൂന്നും ചെയ്തിട്ട് ടോട്ടൽ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ഈ മൂന്നും കൂടി ആഡ് ചെയ്യുന്നതായിരിക്കും. സോ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് 1/2 ആണ്. നിങ്ങൾ ചെയ്തു നോക്കിയാൽ മതി. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തു നോക്കുക. ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓൾറെഡി ഈ ക്വസ്റ്റ്യൻ പറഞ്ഞതുകൊണ്ടാണ് ഇത് പറയാത്തത്, ഡിസ്കസ് ചെയ്യാത്തത്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇത് ഉറപ്പായിട്ടും എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ക്ലാസ്സിലെ നോട്ട്സ് കൃത്യമായിട്ട് എഴുതി വയ്ക്കുക. ഓക്കെ.